ഭാരതീയമായ അറിവുകൾക്ക് അവസാനമില്ല. ആത്മീയമായാലും ഭൗതികമായാലും ഭാരതത്തിൻ്റെ ജ്ഞാനസൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഭാരതത്തിൻ്റെ ആത്മീയ ജ്ഞാനം പങ്കിട്ടുകൊണ്ട് സന്ധ്യാദീപത്തിനൊപ്പം സഞ്ചരിക്കാൻ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. മഹാഭാരതത്തിൽ വളരെ വികാരനിർഭരമായ ഒരു സന്ധ്യാവന്ദന സന്ദർഭമുണ്ട്. ഇത് വൈഭാത സന്ധ്യയോ സായം സന്ധ്യയോ അല്ല, മധ്യാഹ്ന സന്ധ്യയാണ്. ആ സന്ധ്യയിൽ ഒരു അമ്മയും മകനും പരസ്പരം കണ്ടുമുട്ടുന്നു. അതിലെ അമ്മ കുന്തിദേവിയാണ്. മകൻ ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ. മകൻ കർണൻ തന്നെ. നട്ടുച്ചയ്ക്ക് വിയർത്ത് കുളിച്ച് കർണൻ മധ്യാഹ്ന സന്ധ്യാവന്ദനം നടത്തുമ്പോൾ എന്തിനായിരുന്നു കുന്തി അവിടെ എത്തിയത്? അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ നമുക്ക് രാമായണത്തിലേക്ക് കടക്കാം. ആലാപനവുമായി കാവാലം ശ്രീകുമാർ സാർ, വ്യാഖ്യാനവുമായി ചിദാനന്ദപുരി സ്വാമികൾ. ശ്രദ്ധിക്കാം. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ. വാണിടുകനാരതം എന്നുടെ നാവുതന്മേൽ വണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോദ്ഭവമുഖ വാരിജാവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മംഗളാചരണം ചെയ്ത് രാമായണത്തിൻ്റെ പ്രധാന പ്രതിപാദ്യത്തെപ്പറ്റി സൂചന നൽകി കൂടുതൽ മുന്നോട്ട്, അതായത് രാമായണ രചനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ.
ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അധ്യാത്മരാമായണം പുരാണാന്തർഗതമാണെന്നാണ് നാം മാനിക്കുന്നത്. അതിനെ മലയാളത്തിലേക്ക് അനുവാദം ചെയ്യുമ്പോൾ സവിശേഷമായ കിളിപ്പാട്ട് രചനാ ശൈലിയിലാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അവിടെ കവി നേരിട്ട് വർണ്ണിക്കുന്നതിന് പകരം പാടുന്ന പൈങ്കിളിയെ ക്ഷണിച്ചു വരുത്തി ആ പൈങ്കിളി കവിക്ക് വേണ്ടി പാടുന്നതായിട്ട് അവതരിപ്പിക്കുന്ന ശൈലിയാണ്. കവി ഗുപ്തനായി മറഞ്ഞു നിന്ന് കവിക്ക് വേണ്ടി പൈങ്കിളി പാടുന്നതാണ് ശൈലി. അതുകൊണ്ട് ഇവിടെ കവി സ്വന്തം നിലയ്ക്ക് മംഗളാചരണം ചെയ്ത ശേഷം ഈ ആഖ്യാനത്തെ പാടാൻ ഉള്ള പൈങ്കിളിയെ ക്ഷണിക്കുന്ന ഭാഗമാണ് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ സംബോധന ചെയ്യുന്നു. ശ്രീരാമചരിതം നീ ചൊല്ലിയിടും മടിയാതെ. ശ്രീരാമചരിത്രത്തെ മടി കൂടാതെ നീ ചൊല്ലിയാലും. ആ സമയത്ത് ശാരിക പൈതലും ആ പൈങ്കിളിയും ശാരികയ്ക്ക് പച്ചത്തത്ത എന്നർത്ഥമുണ്ട്. അതുകൂടാതെ ചിത്രവർണ്ണങ്ങളോടുകൂടിയ പക്ഷി, ശാരിക എന്നു പേരുള്ള പക്ഷിയുണ്ട്. ഇവിടെ എഴുത്തച്ഛൻ്റെ തത്ത പ്രസിദ്ധമാണ്. ഇവിടെ നമുക്ക് തത്ത എന്നർത്ഥമെടുക്കാം. അങ്ങനെ രാമായണാഖ്യാനം ചെയ്യുന്ന ശാരിക പൈതൽ ആദ്യം തന്നെ ഗുരുനാഥന്മാരെ വന്ദിച്ച് വന്ദ്യന്മാരെ എല്ലാം വന്ദിച്ച് ശ്രീരാമസ്തുതിയോടെ പറയാൻ ആരംഭിച്ചു. നേരത്തെ കവിയുടെ മംഗളാചരണമാണ്. ഇപ്പോൾ കവിക്ക് വേണ്ടി സംസാരിക്കുന്ന പൈങ്കിളിയുടെ മംഗളാചരണമാണ്. അതെങ്ങനെ? കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആദ്യം തന്നെ വിഘ്നേശ്വരനെ, ഗണേശനെ വന്ദിക്കുകയാണ്. എല്ലാ കർമ്മങ്ങളുടെയും ആരംഭത്തിൽ നിർവിഘ്നമായ പരിസമാപ്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിഘ്നേശ്വര വന്ദനം ചെയ്യാറുണ്ട്. അതൊരു സമ്പ്രദായം കൂടിയാണ്. വിഘ്നേശ്വരൻ വിഘ്നങ്ങളുടെ ഈശ്വരനാണ്. എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നവനാണ്. നമ്മുടെ ഈ പഠനത്തിൽ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ ഒരു തടസ്സം ഉണ്ടാവരുത്. താൻ കാരണമായിട്ട് വരുന്ന തടസ്സങ്ങൾ, ആധ്യാത്മികങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ കാരണമായിട്ട് വരുന്ന തടസ്സങ്ങൾ, ആദിഭൗതികങ്ങൾ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ദൈവഗത്യാ വരുന്ന തടസ്സങ്ങൾ, ആദിദൈവികങ്ങൾ, ഇങ്ങനെയുള്ള ഒരു വിഘ്നങ്ങളും ഇല്ലാതെ നിർവിഘ്നമായിട്ട് ഈ ഗ്രന്ഥപഠനം, രാമായണ പഠനം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. രാമായണം ചൊല്ലുന്നത് പൂർത്തിയാക്കാൻ ഈ പൈങ്കിളിക്ക് സാധിക്കണം. ഇത് രചിക്കുന്നത് പൂർത്തിയാക്കാൻ കവിക്ക് സാധിക്കണം. ഈ എല്ലാ ഭാവനകളെയും ഒത്തുചേർത്തിട്ടാണ് വിഘ്നേശ്വരനെ ഇവിടെ വന്ദിക്കുന്നത്. കാരണനായ ഗണനായകൻ, സകല ക്രിയകൾക്കും കാരണഭൂതനായ ആ ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒരു ക്രിയയും നടക്കില്ല. അതുകൊണ്ട് അവൻ കാരണനാണ്.
ഇനി മറ്റൊരു ദൃഷ്ടിയിൽ പറഞ്ഞാൽ സകല ഗണങ്ങളുടെയും പതിയാണ് ഗണപതി. ബ്രഹ്മാദി ദേവന്മാർ മുതൽക്ക് കൃമികീടങ്ങൾ വരെ സകല ഗണങ്ങളുടെയും പതിയാണ്. ആ ഗണപതി സകല പ്രപഞ്ച വ്യവഹാരങ്ങൾക്കും കാരണനാണ്. അഥവാ അതിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന പരമേശ്വരൻ പരമാത്മ സർവപ്രപഞ്ചത്തിനും കാരണനാണ്. അങ്ങനെ കാരണനായ ഗണനായകൻ, സകല ഗണങ്ങളുടെയും നാഥൻ ഗണപതി, ബ്രഹ്മാത്മകൻ, പ്രണവസ്വരൂപൻ. പ്രണവസ്വരൂപനായിട്ടാണ് നമ്മൾ ഗണപതിയെ മാനിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപനായ ഗണപതി എങ്ങനെയുള്ളവൻ? കാരുണ്യമൂർത്തി. കാരുണ്യം മൂർത്തിമത് ഭാവത്തെ പ്രാപിച്ചവൻ, കരുണയുടെ മൂർത്തിയായവൻ. ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ എപ്പോഴും കാരുണ്യമൂർത്തിയാണ്, കാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായവൻ. വീണ്ടും എങ്ങനെയുള്ള? ശിവശക്തി സംഭവൻ ദേവൻ, ശിവശക്തി സംഭവനായ, ശിവൻ്റെയും ശക്തിയുടെയും ചേർച്ചയിൽ നിന്ന് സംഭവിച്ചവൻ. ദേവൻ പ്രകാശിപ്പിക്കുന്നവൻ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ. സർവപ്രപഞ്ച വ്യവസ്ഥകളെയും ആരാണ് പ്രകാശിപ്പിക്കുന്നവൻ? അവനാണ് ദേവൻ, അഥവാ സ്വയം പ്രകാശിക്കുന്നവൻ. വേറെയും അർത്ഥങ്ങളുണ്ട് ദേവശബ്ദത്തിന്. സകലർക്കും സകല മഹിമകളെയും ദാനം ചെയ്യുന്നവൻ, അങ്ങനെയും അർത്ഥമുണ്ട്. ദ്യോവിൽ വസിക്കുന്നവനെന്നും പറയാം. ദ്യോവെന്ന് പറയുമ്പോൾ ഭൂമിക്കും അന്തരീക്ഷത്തിനുമുപരി ദ്വിലോകം, അല്ലെങ്കിൽ സകല ഭൂതങ്ങളുടെയും ഹൃദയാകാശം. അങ്ങനെ ഹൃദയാകാശത്തിൽ വസിക്കുന്നവനെന്നും ദേവശബ്ദത്തിന് അർത്ഥം പറയാം. അങ്ങനെ ശിവശക്തി സംഭവനായ ദേവൻ എങ്ങനെയുള്ളവൻ? വാരണമുഖൻ, ആനയുടെ മുഖത്തോട്, വാരണത്തിൻ്റെ ആനയുടെ മുഖത്തോടു കൂടിയ ഗണപതി. അവിടെ സസ്തനികളിൽ ഏറ്റവും വലിയ ആന, സസ്തനികളിൽ ഏറ്റവും ചെറിയ ചുണ്ടലി, ഇവ രണ്ടിൻ്റെയും സമാഹാര രൂപമാണ് ഗണപതിയുടെ രൂപം. അതാണ് ആനത്തലയൻ എലിപ്പുറത്ത് സഞ്ചരിക്കുക. അണോരണീയാൻ മഹതോ മഹീയാൻ, എത്ര വലിയൊരു ദർശനമാണെന്ന് ഓർക്കൂ. അങ്ങനെയുള്ള ആനയുടെ മുഖത്തോടു കൂടിയവൻ വാരണമുഖൻ. മമ പ്രാരബ്ധ വിഘ്നങ്ങളെ, എൻ്റെ പ്രാരബ്ധ ഹേതുവായിട്ടുള്ള തടസ്സങ്ങളെ എല്ലാം വാരണം ചെയ്തിടുവാൻ, വാരണം ചെയ്യുക, തടയാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ രാമായണ രചനയിൽ, അഥവാ നമുക്കൊക്കെ ഈ രാമായണ പഠനത്തിൽ വന്നു ചേരാവുന്ന വിഘ്നങ്ങളെ മുഴുവൻ തടയാൻ വേണ്ടിയിട്ട് ഞാനിതാ വന്ദിക്കുന്നു. എങ്ങനെ വന്ദിക്കുന്നു? ആവോളം എനിക്ക് സാധിക്കുന്ന അത്രയും പരമാവധി ഞാൻ വന്ദിക്കുകയാണ്. നമ്മുടെ ശരീര, ഇന്ദ്രിയ, മനോബുദ്ധികളെല്ലാം ഉപയോഗിച്ച് നമ്മളിതാ വന്ദിക്കുന്നു, വിഘ്നങ്ങളെല്ലാം ഒഴിയാൻ വേണ്ടി. നമസ്തേ. സ്വാമിജി പറഞ്ഞു, എന്തും ഗണേശസ്തുതിയോടെ ആരംഭിക്കുന്നതാണ് നമ്മുടെ സമ്പ്രദായം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുതൽ ഇങ്ങ് താഴ്നിലയിലുള്ള കൃമികീടങ്ങൾ വരെ അനുവർത്തിക്കുന്ന എല്ലാ പ്രാപഞ്ചിക വ്യവഹാരങ്ങൾക്കും കാരണഭൂതൻ ഗണനാഥനായ ഗണപതിയാണ്. അതാണ് ഗണേശൻ്റെ പ്രാമുഖ്യം. സനാതനധർമ്മത്തിലേക്ക് ശങ്കരാമൃതാനന്ദപുരി സ്വാമികൾ അവതരിപ്പിക്കുന്ന ലളിത സഹസ്ര നാമവ്യാഖ്യാനം. ഓം അമൃതേശ്വരൈ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 998 നാമമാണ് ശ്രീശിവ എന്നുള്ളത്. ശിവ എന്ന് വിസർഗത്തോടുകൂടി പറഞ്ഞാൽ അത് സാക്ഷാത് പരമേശ്വരൻ. ശിവ എന്ന് ദീർഘിപ്പിച്ച് പറഞ്ഞാൽ അത് പാർവതി. രാമ അകാരാന്ത പുല്ലിംഗമാണ്, അത് രാമനെ ഉദ്ദേശിക്കുന്നത്. രമ എന്ന് വെച്ചാൽ ദേവിയെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ
ആകാരാന്തം ഉള്ളതൊക്കെ സ്ത്രീലിംഗമാണെന്നും സ്ത്രീലിംഗ ശബ്ദങ്ങളൊക്കെ ആകാരാന്തത്തിലാണ്, അകാരാന്തത്തിലില്ല. അങ്ങനെ പരമേശ്വരനും പരമേശ്വരിയും ഭിന്നമല്ല. എന്തൊക്കെ അർത്ഥങ്ങളാണോ ശിവന് കൊടുക്കുന്നത് അതൊക്കെ ദേവിക്കും നൽകണം. ശ്രീയോട് കൂടിയിട്ടുള്ള ശിവയാണ് ദേവി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശ്രീ ശിവ എന്നുള്ള നാമം. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തഃ പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോത്തും വാ കഥം അകൃതപുണ്യ പ്രഭവതി എന്ന സൗന്ദര്യലഹരി ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഈ ശിവശക്തി അഭേദത്തിലാണ്. പരമേശ്വരി ഇല്ലാതെ ശക്തിരഹിതനായിട്ടുള്ള ശിവന് സ്പന്ദിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശിവശക്തി അഭേദം, അതിനെയാണ് ഈ ഉപസംഹാരം, ഏകദേശം സഹസ്രനാമം തീരാറായി, ഇവിടെ പറയുന്നത്. ഏതൊക്കെ വാക്കുകളാണോ ശിവന് നമ്മൾ പറയുന്നത് അതെല്ലാം ദേവിക്കും അങ്ങനെ തന്നെ ഉണ്ടെന്നർത്ഥം. ആ അർത്ഥങ്ങളും ദേവിക്കുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിൽ 27ാമത്തെ നാമമാണ് ശിവ എന്നുള്ളത്. അത് പരബ്രഹ്മ തത്വത്തെയാണ് അത് പറയുന്നത്, അതിൽ നിന്നും ഭിന്നമല്ല എന്ന് ശങ്കരഭാഷ്യം. പുരുഷസൂക്തത്തിലും അതിനെ എങ്ങനെ സൂചിപ്പിക്കുന്നു? സബ്രഹ്മ സശിവ സഹരി സോക്ഷര പരമസ്വരാട് എന്ന് പുരുഷസൂക്തത്തിലും ഇതിനെ പറയുന്നു. അങ്ങനെ ശിവനും ശക്തിയും രണ്ടല്ല, ഒന്ന്. ശിവ എന്നുള്ള നാമം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പണ്ട് അമ്മ എപ്പോഴും ശിവശിവ ശിവശിവ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടുപേരെയും കൂട്ടി ചേർത്ത് പറയുന്നതാണ്. അവർ രണ്ടുപേരും രണ്ടേ അല്ല എന്നുള്ള തത്വമാണ് ഈ നാമത്തിലൂടെ പറയപ്പെട്ടിട്ടുള്ളത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 999ാമത്തെ നാമമാണ് ശിവശക്തി ഐക്യ രൂപിണി എന്നുള്ളത്. ശ്രീ ശിവ ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക എന്നുള്ളതാണ് സ്തോത്രഭാഗം. ശിവ എന്നുള്ളത് ശിവൻ്റെ മറ്റൊരു പര്യായമാണ്. അവർ രണ്ടുപേരും വിഭിന്നരല്ല എന്ന് പറയപ്പെട്ടു. ഇതിൻ്റെ ശിവ എന്നുള്ള നാമത്തിൽ പറഞ്ഞു. അത് തന്നെ ഒന്നും കൂടി വിശദീകരിക്കുന്ന പോലെയാണ് ഈ നാമം. ശിവശക്തി ഐക്യ രൂപിണിയാണ്, ശിവശക്തി സാമരസ്യ രൂപിണിയാണ് ദേവി. ശിവനും ശക്തിയും ഒന്നായി വിളങ്ങുന്ന ഒരു ശക്തിയാണ് ദേവി. ഇങ്ങനെ ഒരു വിളക്കുണ്ട്, അതിൻ്റെ പ്രകാശവും ആ വിളക്കും തമ്മിൽ വേർപെടുത്താൻ സാധിക്കില്ല. അതുപോലെ ഓരോ വാക്കിനും ഒരു അർത്ഥമുണ്ട്, ആ അർത്ഥത്തെ ആ വാക്കിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കില്ല. ചന്ദ്രനുണ്ട്, അതിൻ്റെ കിരണങ്ങളുണ്ട്, അതിനെ രണ്ടിനെയും വേർപെടുത്താൻ സാധിക്കില്ല. ഇതില്ലാതെ അതില്ല. എള്ളും എണ്ണയും, എണ്ണ എള്ളിൻ്റെ ഉള്ളിൽ അഭിന്നമായിട്ട് ഇരിക്കുന്നു, അതിനെ വേർപെടുത്താൻ സാധിക്കില്ല. അരണിയും അഗ്നിയും, ആ മരം തിരിച്ചു കഴിഞ്ഞാൽ, കടഞ്ഞു കഴിഞ്ഞാൽ അത് അഗ്നി ഉണ്ടാകുന്നു, അത് അതിൽ അന്തർലീനമായി കിടക്കുന്നു. ആ ശക്തി പോലെയാണ് ദേവിയും ശിവനും. കാറ്റും ചലനവും അതിനെ വേർപെടുത്താൻ സാധിക്കില്ല. യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഇങ്ങനത്തെ. അതുപോലെയാണ് ശിവശക്തി ഐക്യം. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനില്ല. വസിഷ്ഠരാമായണം, സൗരസംഹിത, ഇതൊക്കെ വളരെ വിസ്തരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭാസ്കർ രായരുടെ വ്യാഖ്യാനത്തിലും ഇത് വളരെ വിശദമായി ഉള്ള ഒരു ഭാഗമാണ്. പക്ഷേ താല്പര്യം ഈ പറഞ്ഞതാണ്. രണ്ടും ഒരേ അഭിപ്രായമാണ്. ബ്രഹ്മവും ബ്രഹ്മശക്തിയും ഭിന്നമല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് കൂടാതെ അതില്ല, അതില്ലാതെ ഇതില്ല എന്നുള്ളത്. അങ്ങനെ അതുപോലെ ശിവൻ എന്നുള്ള പേരിന് ദേവിക്ക് ശിവ എന്ന പേര്.
ഇങ്ങനെ 5 രീതിയിൽ സാമ്യം പറയും. സൃഷ്ടി മുതലായ കർമ്മങ്ങളിൽ സാമ്യം, ഇതിനെ അനുഷ്ഠാന സാമ്യം എന്ന് പറയും. നൃത്യം മുതലായ കൃത്യങ്ങളിൽ ക്രിയകളിൽ സാമ്യം, അത് ക്രിയാസാമ്യം എന്ന് പറയും. ഭൈരവൻ ഭൈരവി, ശിവ ശിവ. ഒരു കണക്കിൽ ഹരൻ ഹരി എന്നുള്ളത് കൂടി ഈ അർത്ഥത്തിലാണ്. എന്നുള്ള നാമത്തിൽ സാമ്യം. അതുപോലെ 3 തൃക്കണ്ണുകൾ, അർദ്ധചന്ദ്രൻ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് രൂപത്തിൽ സാമ്യം. ശിവചക്രങ്ങൾ 4, ശക്തിചക്രങ്ങൾ 5 എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇവർ ഒന്നുകൊണ്ടും ഭേദം കൽപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലാണ്. ഇങ്ങനെ 5 രീതിയിലാണ് സാമ്യം. അതുകൊണ്ട് സാമരസ്യരൂപിണി, ഇതിനെ സമയാചാരം എന്നൊക്കെ പറയും. അങ്ങനെ ദേവിയും പരമേശ്വരനും അഭിന്ന ശക്തികളാണെന്നുള്ളതാണ് ശിവശക്തി ഐക്യരൂപിണി എന്നുള്ള നാമം സൂചിപ്പിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ സവിശേഷമായ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നുവെന്ന് 1000 വർഷങ്ങൾക്ക് മുൻപ് മഹാനാരായണ ഉപനിഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ത്യാഗത്തിലൂടെ അമൃതത്വം അഥവാ അമരത്വം ലഭ്യമാകുമെന്ന ഒരു സന്ദേശം തരാൻ ഭാരതീയ ദർശനങ്ങൾക്കേ കഴിയൂ എന്ന് മനസ്സിലാക്കുക. ആ ദർശന മഹിമയെ സ്മരിച്ചുകൊണ്ട് ദീപവിധാനത്തിലേക്ക് അഥവാ ദീപാരാധനയിലേക്ക് കടക്കാം. ഒരുവിധം ദുഃഖങ്ങൾ അകലുന്നു.